അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വെള്ളിയാഴ്ച നമ്മെ എത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആദ്യമായി സ്തുതിരപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖം തന്നെ കരുതുന്നു. അതുപോലെ ഈ വിനീതനെയും കുടുംബത്തെയും നിങ്ങൾ വലിയേറിയ പ്രാർത്ഥന ഉൾപ്പെടുത്തുമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു. ദോഹയിലെയും മറ്റ് പ്രവാസ ജീവിതത്തിലെയും ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങളും അതുപോലെ മാറി മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷങ്ങളും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും പലസ്തീനിലെയും ഇസ്രായേലിലും ലെബനാനിലേക്കും അതുപോലെ നിർത്താതെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണമാണ് ഇപ്പോൾ ലെബനാനിലേക്കും വഹിച്ചിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം നിരവധി കുട്ടികളെയാണ് ദിനംപ്രതി കൊന്നുതള്ളുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യുദ്ധത്തിൻ്റെ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ നടക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചവർ 44% കുട്ടികളാണെന്നാണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ആസ്പത്രിയിലും അതോണം മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേരെയും ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ഒരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ടോ അല്ലെങ്കിൽ നാവ് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ തടുക്കലാണ് വിശ്വാസിയുടെ ഏറ്റവും ദുർബലമായ മടി. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ പലസ്തീനിൽ അതുപോലെയും നമ്മുടെ നാട്ടിലെയും എല്ലാ ന്യൂനപക്ഷങ്ങളിലും മതേതരുടെയും പ്രാർത്ഥനകൾ എപ്പോഴും അവരെ ഉൾപ്പെടുത്തണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.